ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിയെ പറ്റിയും സച്ചിയെ പറ്റിയും അച്ഛൻ ചന്ദ്രമതിയോട് പറഞ്ഞു കൊടുത്തെങ്കിലും ചന്ദ്രമതിക്ക് ഇതൊക്കെ ഒന്നും ബോധിക്കുന്നില്ല. ചന്ദ്രമതി പറയുന്നത് എനിക്കെല്ലാം അറിയാം, നിങ്ങൾ എന്നെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആ മനുഷ്യനോട് ചൂടായിട്ട് അവരങ്ങ് എഴുന്നേറ്റ് പോയി. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലോ വർഷം ഇങ്ങനെ റൂമിൽ തെക്ക് വടക്ക് നടന്ന് ആലോചിക്കുക, ഭയങ്കര കലിപ്പിലാണല്ലോ. അപ്പോഴാണ് ശ്രീകാന്ത് മുറിയിലേക്ക് കയറി വരുന്നത്. മുറിയിലേക്ക് കയറി വന്ന് വാതിലങ്ങ് അടച്ചു. അപ്പം അച്ഛൻ്റെ അടുത്ത് പോയൊരു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണല്ലോ ആശാത്തി. ആ സമയം ശ്രീകാന്ത് വന്ന് വർഷയെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തിനെ നോക്കി. ശ്രീകാന്ത് എന്താ എന്നെ നോക്കി പഠിപ്പിക്കുകയാണെന്ന് വർഷ ചോദിച്ചപ്പോൾ നീ ഇപ്പം എന്താ കാണിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് അല്ലേ പറഞ്ഞത് ഞാൻ വലിയ തെറ്റാ ചെയ്തതെന്ന്. അതിന് ഞാൻ ശ്രീകാന്തിൻ്റെ അച്ഛനോട് സോറി പറഞ്ഞതാണെന്ന് വർഷ. നീ അച്ഛനോട് ആത്മാർത്ഥമായിട്ട് സോറി പറഞ്ഞതല്ല, തെറ്റ് ചെയ്തെന്ന് നീ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നും ശ്രീകാന്ത് ഈ വർഷയോട് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അച്ഛനോട് സോറി പറഞ്ഞു, അത്ര തന്നെ, അതല്ലേ? അപ്പം എന്താ ശ്രീകാന്തിൻ്റെ പ്രശ്നം? ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് കുറ്റമാണല്ലോ. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ അങ്കിളിനോട് സോറി പറഞ്ഞത്. ശ്രീകാന്തിന് എന്താ മനസ്സിലാവാത്ത? ബുദ്ധിയില്ലേ ശ്രീകാന്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവാത്തത്, നിനക്ക് ഇമോഷണൽ ഇല്ല, മറ്റുള്ളവരുടെ ഇമോഷൻ നിനക്ക് മനസ്സിലാക്കാനും അറിയില്ല. ശ്രീകാന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക, ചെറിയ വിഷയം ഊതി വീർപ്പിച്ച് പ്രശ്നമാക്കുകയാണെന്ന് പറയുമ്പം നീയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ നീ നിന്റെ അഹങ്കാരം കാണിക്കരുതെന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് അഹങ്കാരി, ഓരോന്ന് പറഞ്ഞ് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വർഷം കിടന്ന് അവിടെ കിടന്ന്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അവിടെ ചെന്നിട്ട് ആ ബാഗ് എടുത്ത് ശ്രീകാന്തിനായിട്ടൊരു ഒറ്റ ഏറ്. അപ്പം ആഹാ നീ എന്നോട് കളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇതെടുത്ത് തിരിച്ചെറിഞ്ഞു. അപ്പം നീനെ എറിയുമല്ലേ, അത്രയ്ക്കായോ നീ എന്ന് ചോദിച്ചു. അപ്പം എറിയും എന്ന് പറഞ്ഞു. പിന്നെ ആ മുറിയിലുണ്ടായിരുന്നത് മുഴുവൻ എറിഞ്ഞോട്ടച്ച് നശിപ്പിക്കുവാണ് നമ്മുടെ വർഷ. അതിനുശേഷം ഒരു സ്പ്രേ കുപ്പിയോ ഏതാണ്ട് വെള്ളക്കുപ്പി ഏതാണ്ട് അങ്ങനെ എടുത്ത് വർഷ ശ്രീകാന്തിനെ എറിഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് അത് പിടിച്ചു, തിരിച്ചറിയാൻ നോക്കി. അപ്പോൾ നീ എന്നെ അറിയാൻ പോവാണോടാന്ന് ചോദിച്ചു. അപ്പോൾ നീയല്ലേ തുടങ്ങി വെച്ചത്, നിനക്ക് എന്തും ചെയ്യാല്ലേ, ഞാൻ ചെയ്താൽ അത് ഡൊമസ്റ്റിക് വയലൻസ് അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്തേ അതവിടെ വെക്കുന്നത് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എറിയും എന്ന് പറഞ്ഞുകൊണ്ടൊരു കുപ്പി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നീ ഏറ് വാങ്ങല്ലേ മോളെ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. അതെ വെക്ക നീ വെക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടിരിക്കുക. ശ്രീകാന്ത് എന്നിട്ട് ആ സാധനം അവിടെ വെച്ചു. അതെ തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതവിടെ വെച്ചു. വർഷയും അതവിടെ വെച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. വർഷയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര കലിപ്പ്. വർഷം ഇങ്ങനെ കലിപ്പിച്ചിരിക്കുന്നു. ശ്രീകാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പതുക്കെ വർഷയുടെ പുറകിൽ പോയിരുന്നിട്ട് ഇങ്ങനെ തോണ്ടി വിളിക്കുക. അപ്പോഴത്തേക്കും വർഷ ഭയങ്കര ഡിമാൻഡ് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി വിൽക്കുക മാറ്റുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ശ്രീകാന്ത് വർഷ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. പിന്നെ അവരുടെ വഴക്ക് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് അതങ്ങ് പോയിട്ടോ. എന്തായാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ. അപ്പോൾ രേവതി ചായയൊക്കെ ആയിട്ട് വന്നു അച്ഛന്. അപ്പോൾ ഫോണിൽ ഒരു കോൾ വന്നു. രേവതിയോട് പറഞ്ഞു മോളെ അത് ആരാണെന്നൊന്ന് നോക്കാൻ. അപ്പോൾ അച്ഛമ്മയാണല്ലോ വിളിക്കുന്നേ, മോളെ നീ എടുത്ത് സംസാരിച്ചോളാം പറഞ്ഞു അച്ഛൻ. അപ്പോൾ രേവതി ഫോൺ എടുത്തു. അച്ഛമ്മേ രേവതിയെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് സംസാരിക്കുക. എന്തൊക്കെയുണ്ട് അച്ഛമ്മ വിശേഷങ്ങൾ, അച്ഛമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിവിടെ സുഖം തന്നെയാണ്. പിന്നെ നീ എന്താ എന്നെ ഒന്ന് വിളിക്കാത്തത് മോളെ? വീട്ടിലെത്തിയപ്പോൾ അച്ഛമ്മയെ മറന്നു കാണുമായിരിക്കും അല്ലേ? അച്ഛമ്മ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ അച്ഛമ്മേ? പിന്നെ തിരക്കിനിടയിൽ വിളിക്കാൻ പറ്റിയില്ല അച്ഛമ്മേ, വീട്ടിലും കടയിലും ഒക്കെ ആയിട്ടേ ഓട്ടത്തില്ല ഞാനിപ്പോൾ, അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയുമ്പോൾ നീ എന്തിനാ വെറുതെ വീട്ടുജോലി ചെയ്യുന്നേ, നിന്റെ അമ്മായിമ്മയോട് ചെയ്യാൻ പറയാൻ പറഞ്ഞു അച്ഛമ്മ. അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അച്ഛമ്മേ, നിന്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവത്തില്ലെന്നും പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ പറയുക. അതൊക്കെ വിട്, ഞാനേ നിന്റെയും സച്ചിയുടെയും കല്യാണ ഫോട്ടോ അവനെനിക്ക് അയച്ചു തന്നായിരുന്നു എന്നും നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ രേവതിയോട് പറയുവാണ്. അത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ടേ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി മോളെ എന്നും പറഞ്ഞു. സച്ചി താലി വാങ്ങി നിന്റെ കഴുത്തിൽ കെട്ടി തന്നല്ലേ എന്ന് ചോദിക്കുമ്പം കഴുത്തിൽ കെട്ടി തന്നെന്ന് രേവതിയും പറഞ്ഞു. ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ ചെയ്യാൻ ഞാനാ പറഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, പറഞ്ഞപ്പോൾ സച്ചിട്ടൊന്നും അനുസരിച്ചമ്മേ. ആണോ? നീ പറഞ്ഞാലേ അവൻ എന്തും അനുസരിക്കും, അത്രയ്ക്ക് പാവമല്ലേ അവൻ. ഇത് സഹിക്കാൻ പറ്റാൻ നിന്റെ അമ്മായിയമ്മ വയറ്റിൽ ഗ്യാസ് കയറിയ കളി വല്ലതും കളിച്ച് കാണുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം അങ്ങനെയൊക്കെ കളിച്ചിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം രേവതിയും പറയുവാണ്. പിന്നെ അച്ഛമ്മ വിശേഷമൊക്കെ പറയുന്നുണ്ട്. സച്ചി ആളാകെ മാറിയെന്നും നീ അവനെ മാറ്റിയെടുത്തു എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ രേവതിയോട് ആ സമയത്ത് പറയുക. ഇനി അവനെ പറ്റി എനിക്ക് യാതൊരു വേവലാതിയും കാര്യങ്ങളും ഒന്നുമില്ല എന്നും പറഞ്ഞു. നീ അവനെ നല്ല രീതിയിൽ നടത്തുമെന്ന് അച്ഛമ്മയ്ക്ക് അറിയാം. രണ്ടുപേരും എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ തന്നെ കഴിയണമെന്ന് അച്ഛമ്മയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ അച്ഛമ്മയെ കഴിയുന്നത്. പിന്നെ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അനുഗ്രഹം ഞങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ നന്നായിട്ട് തന്നെ ജീവിക്കുമെന്നൊക്കെ ഇങ്ങനെ രേവതി പറയും അച്ഛമ്മയോട്. അപ്പോൾ രവി എങ്ങനെ ഇരിക്കുന്നു, അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം
അച്ഛന് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിങ്ങനെ രേവതി പറയാൻ തുടങ്ങിയപ്പം അയ്യോ മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അയ്യോ എന്ന് പറഞ്ഞിരിക്കാം. അപ്പം അവനെന്താ പറ്റിയേ എന്ന് ചോദിച്ചു. അച്ഛന് പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛമ്മേ, അസുഖമൊന്നും ഇല്ല, ഇപ്പം ഇവിടെ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛമ്മയുടെ ഫോണിലെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഓടി വന്നു. അച്ഛമ്മയുടെ ഫോൺ തരാൻ പറഞ്ഞു. അച്ഛമ്മേ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. അച്ഛമ്മയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം അറിയാവോ, അച്ഛനെ ഹോസ്പിറ്റൽ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എടാ പറയാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് പറയാം. അപ്പോഴേക്കും അച്ഛമ്മ അടിച്ച് നീ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കാം. അപ്പം എന്താ അവന് പറ്റിയേ, എന്തിനാ ഹോസ്പിറ്റലൊക്കെ പോയെന്നൊക്കെ ചോദിച്ച് അച്ഛമ്മ ചോദിക്കുമ്പം അതൊന്നുമില്ല അച്ഛമ്മേ, അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയി ഫുൾ ചെക്കപ്പ് ചെയ്തു, ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി അന്നേരം പറയാം. ആശ്വാസമായി, ഞാൻ പേടിച്ചു പോയി, എൻ്റെ ദൈവമേ അവനൊരു കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ സമാധാനിക്കുമ്പോഴാണ് സച്ചിക്ക് ശ്വാസം നേരെ വീണത്. നീയും രേവതിയും അവനെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കുക സച്ചി. നീ അയച്ചെന്ന നിങ്ങളുടെ കല്യാണ ഫോട്ടോ അത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് അച്ഛമ്മ പറയുമ്പോഴും സച്ചിക്ക് സന്തോഷം. താലി വാങ്ങി നീ അവരുടെ കഴുത്തിൽ കെട്ടിയല്ലേ, അതൊക്കെ കേട്ട് സച്ചി ചിരിക്കുക. എൻ്റെ പേരക്കുട്ടിയല്ലേ നീ, അപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ലല്ലോ നീ എന്നൊക്കെ പറഞ്ഞു. നീ രേവതിയെ നന്നായി നോക്കുന്നുണ്ടെന്ന് അച്ചമ്മയ്ക്ക് അറിയാം. പിന്നെ ഏതൊരുവൻ ഭാര്യയെ നന്നായി നോക്കുന്നോ അവൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സന്തോഷം നിറയുമെന്നും അച്ചമ്മ കൂട്ടിച്ചേർത്തു കേട്ടോ. നിനക്ക് കിട്ടിയിരിക്കുന്നതേ ഒരു മഹാലക്ഷ്മിയെ തന്നെയല്ലേ എന്നും പറഞ്ഞു സച്ചി. നിന്നെ രേവതി ആ നാടിൻ്റെ രാജാവാക്കും നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം രാജാവൊന്നും ആവേണ്ട അച്ചമ്മ, ഇതുപോലൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് സച്ചി. കേട്ടില്ല രേവതി, നീ എന്നെ നാട്ടിലെ രാജാവാക്കുമെന്ന് അച്ചമ്മ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് പറയുമ്പോൾ ഞാൻ നിങ്ങളെ രാജാവാക്കുമെന്ന് അച്ചമ്മയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് രേവതി അന്നേരം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് അച്ചമ്മ കേട്ടോ? കേട്ടു അവൾ അത് നടത്തി കാണിച്ചു തരുവടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, വീട്ടിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും ചേർന്നൊരു ഫോട്ടോ എടുത്തിരുന്നില്ലേ, അതും പിന്നെ നിങ്ങളെടുത്ത കല്യാണ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. തരാം അച്ഛമ്മേ. പിന്നെ ഫോൺ അച്ഛനും എല്ലാം കൊടുക്കണോ? അപ്പോൾ വേണ്ട, അവനെ ഞാൻ പിന്നീട് വിളിച്ചോളാമെന്ന് പറഞ്ഞ അച്ഛമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു വിശേഷമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് അച്ഛമ്മ പിന്നീട് വിളിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. എടാ എനിക്ക് സുഖമില്ലാതായത് നിങ്ങൾ എന്തിനാ അമ്മയോട് പറയാൻ തുടങ്ങിയത്? പറയാതിരുന്നത് നന്നായി, അച്ഛൻ പറയാതിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറയാതിരുന്നത് എന്നൊക്കെ രേവതി പറയുമ്പോൾ അമ്മ അറിഞ്ഞാൽ അത് വിഷമാവും മോളെ, എന്തിനാ വെറുതെ നമ്മൾ അമ്മയെ വിഷമിപ്പിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കാം. എത്ര പറയണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഇവള് പറയുമെന്ന് സച്ചി രേവതിയെ പറ്റി പറയുമോ. ഞാൻ പറയാത്തതിന് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് അടിയും കിട്ടും. അപ്പോൾ അച്ഛൻ ചിരിക്കുകയാണോ അച്ഛൻ? പിന്നെന്താണ് ഞാൻ കരയണോ എന്ന് അച്ഛൻ സച്ചിയോട് ചോദിക്കാം. രേവതി മോള് പറയത്തൊന്നുമില്ല, പറയേണ്ട സമയത്ത് ഞാൻ തന്നെ പറഞ്ഞോളാമെന്ന് അച്ഛൻ പറയുമ്പോൾ പറയുന്നതിന് ഒരു ദിവസം മുന്നേ എന്നോട് പറയണേ, അച്ഛമ്മ വരുന്നതിന് മുന്നേ ഞാൻ കാർ എടുത്ത് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, അടി ഇവള് വാങ്ങിച്ചോട്ടെ എന്നൊക്കെ സച്ചി. അപ്പം ഞാനെന്തിനാ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നേ? ഭർത്താവിൻ്റെ പാതിയാണ് ഭാര്യ എന്നല്ലേ പറയുന്നേ, അപ്പോൾ എനിക്ക് കിട്ടേണ്ട അടി നിനക്ക് വാങ്ങിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു. അല്ല അമ്മ എന്താടാ പറഞ്ഞേ? അത് പിന്നെ അന്ന് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അച്ഛമ്മയുടെ അടുത്ത് പോയപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുത്തിരുന്നില്ലേ, അത് ഫ്രെയിം ചെയ്ത് അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ആ വീട്ടിൽ തൂക്കാനാണെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു എന്ന് അച്ഛൻ. ഒന്നോ ഫ്രെയിം ചെയ്ത് നമുക്ക് ഇവിടെയും തൂക്കണം, വലിയ സൈസ് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം എന്തിനാ ഇതൊക്കെ എന്നും പറഞ്ഞു ചന്ദ്രമതി. എന്തിനാ വീട്ടിൽ ഫോട്ടോയൊക്കെ തൂക്കുന്നേ? നമ്മുടെ ഫോട്ടോ വീട്ടിലല്ലാതെ റോഡ് സൈഡിൽ തൂക്കാൻ പറ്റുമെന്ന് ചന്ദ്രമതിയോട് സച്ചി അന്നേരം ചോദിച്ചു. എന്ത് പറഞ്ഞാലും അതിനൊരു തടസ്സം പറയാനായിട്ട് വന്നോളൂ എന്നും പറഞ്ഞു. എൻ്റെ രേവതിയുടെ കല്യാണ ഫോട്ടോ തൂക്കുമെന്ന് പറഞ്ഞപ്പോഴും അപ്പോഴും നിങ്ങൾ തടസ്സം പറഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോൾ ചുവര് വൃത്തികേടാവുന്നത് കൊണ്ടാണ് തടസ്സം പറഞ്ഞതെന്ന് ചന്ദ്രമതി. അച്ഛാ ഈ ഫോട്ടോകളൊക്കെ ചുവരിൽ തൂക്കണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പം ചുമര് വൃത്തികേടാവുന്നത് കൊണ്ടൊന്നും അല്ല, ഞാനും സച്ചിയേട്ടനും ആ ഫോട്ടോയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് നമ്മുടെ രേവതി കൃത്യമായിട്ട് ചന്ദ്രമതിയുടെ മനസ്സിലിട്ട് പങ്കു പറഞ്ഞു. നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടെ തൂക്കുന്നത് കൊണ്ടൊരു ഗുണമുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഫോട്ടോയും ആ ഒരു ഒത്തൊരുമയും അവിടെ ഉണ്ടാകുന്ന സന്തോഷ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരുമെന്നൊക്കെ അച്ഛൻ അന്നേരം പറഞ്ഞു. അതോടെ വഴക്കടിക്കുന്നങ്ങ് നിർത്തിക്കോളുമെന്നും രവിയേട്ടൻ പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി. ഇവിടെ വഴക്കുണ്ടാക്കുന്നതിന് കാരണം ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞ് ചന്ദ്രമതി വലിയ ഡയലോഗ് അടിക്കുക. എത്ര ഫോട്ടോ തൂക്കിയിട്ടും കാര്യമില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ ആരൊക്കെ ഉദ്ദേശിച്ചത്, ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് സച്ചി പറയുമ്പോൾ മതിയുടെ സച്ചി നിർത്ത്, ഇവളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ ചെന്നിട്ട് നല്ലൊരു ഷോപ്പ് നോക്കിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിചയത്തിലൊരു ഷോപ്പ് ഉണ്ട്, ഞാൻ അവിടെ കൊടുത്തോളാം, എന്നുവെച്ചാൽ രവതി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയി കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ദഹിക്കണില്ല. ചന്ദ്രമതി അങ്ങ് തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് സച്ചി നേരെ ആ ഒരു
ആ ഫ്രെയിം ചെയ്യാനായിട്ടൊരു ഷോപ്പിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ ഫോട്ടോ ഒക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. സച്ചിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി ആ ഗ്രൂപ്പ് ഫോട്ടോ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അതിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോയാണോ സച്ചി എന്നാ ചേട്ടൻ ചോദിച്ചു. അപ്പോൾ ഇത് തൻ്റെ ആരാ സ്വന്തക്കാരും എല്ലാം ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആര് എടാ സ്വന്തക്കാരല്ലാത്ത ആരെങ്കിലും ഫാമിലി ഫോട്ടോയിൽ പിടിച്ച് നിർത്തുവോടാ എന്നിങ്ങനെ സച്ചി ചോദിക്കാം. ഇതെൻ്റെ അമ്മയാടാ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിയെ പറ്റി അദ്ദേഹത്തിന് എന്തോ അറിയാം. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു. ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ നോക്കുക. അപ്പം നീ എൻ്റെ അച്ഛനെയും അമ്മയൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ആ പിന്നെ രേവതി ഒരു തവണയോ മറ്റോ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലേ? അല്ല നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചേ? ഏയ് ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രമതി വശപ്പശ കാണാന്നുള്ളൊരിത് പുറത്ത് വരുവാണ്. അതല്ല, എന്തോ ഉണ്ട്. നിന്റെ മുഖഭാവം പെട്ടെന്ന് മാറിയല്ലോ. എന്താടാ കാര്യം? എന്തോ ഉണ്ടല്ലോ, എന്താന്ന് പറയടാ. അപ്പോൾ കുറച്ച് നാൾ മുൻപ് നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മോഷണം പോയിരുന്നോടാ? അപ്പോൾ ആ പോയായിരുന്നല്ലോ. പോയി നടന്നു പോകുമ്പോൾ ബൈക്കിൽ വന്ന കള്ളൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്നാ പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ ആ ചേട്ടൻ അടുത്ത ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുക. ഈ സ്റ്റുഡിയോയുടെ മുന്നിലുള്ള CCTV ഫോട്ടേജാണിത്, നീ ഇതൊന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ആ CCTV ഫോട്ടേജ് നോക്കുക. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ആ പൈസയും തട്ടിപ്പറിച്ച് ഓടിപ്പോകുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ വീഡിയോയിൽ ആ പൈസ കൊണ്ടുപോയി അയാളുടെ മുഖം വ്യക്തമാകുന്നതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ആ ചെറുക്കൻ അത് കാണിച്ചു കൊടുത്തപ്പോൾ രേവതിയുടെ അനിയൻ. അപ്പോൾ രേവതിയുടെ അനിയനാണെങ്കിലോ ഈ പൈസ ആയിട്ട് തട്ടിക്കൊണ്ട് ഓടിപ്പോകുന്നു നമ്മുടെ സച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര ഇത്. അപ്പോഴേക്കും ഏതായാലും ഇത് പോലീസ് കേസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നും പിന്നെ ഇതിൻ്റെ പേരിൽ ഞാൻ നടക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പോലീസിൽ അറിയിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നീ ഇത് മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ലയെന്ന് പറഞ്ഞു. സച്ചി പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് നീ വീഡിയോ ഒന്ന് അയക്കാൻ പറഞ്ഞു. അപ്പം നീ ഇത് ഡിലീറ്റ് ചെയ്യുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അത് ചെയ്യുവാണ്. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും ആരും അറിയരുതെന്നും പറഞ്ഞു. സച്ചി അന്നിന് മനസ്സിൽ കുറിച്ചു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവുക, അതും രേവതിയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ ദേവു അവിടെ ഉണ്ട്. ദേവു ആണെങ്കിൽ ആരേത് സച്ചിയായിട്ടിനോ ഇതെന്താ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചിട്ട് അമ്മേ ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ സച്ചിയുടെ ചേച്ചി വന്നില്ലേ? ഇല്ല വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഓടി വന്നു. ആഹാ മോനെ സച്ചി ഇരിക്കും മോനെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സച്ചി മോനെ ഇരിക്കും, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, ഒന്നും എടുക്കണ്ട അമ്മ എന്തത് കടയിൽ പോയില്ലേ? ആ ഞാൻ പോയിരുന്നു, കുറച്ച് മുൻപ് വന്നതാ, ഇനി വൈകുന്നേരേ പോകത്തുള്ളൂ എന്ന് അമ്മ പറയുമ്പം ആ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ സച്ചിക്ക് ആകെ ഒരു പതർച്ചയും കാര്യങ്ങളൊക്കെ. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് മോനെ? അതുതന്നെ കുഴപ്പമൊന്നുമില്ല അമ്മേ, അച്ഛൻ വീട്ടിലുണ്ട് എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരിക്കുവാണ്. സച്ചിക്കാണെങ്കിൽ ഭയങ്കര ഒരു വെപ്രാളവും ഒരു സങ്കടവും ഒക്കെ. അപ്പോൾ ഇവരോട് സത്യം പറയണം, എങ്ങനെ ഞാനിത് തുടങ്ങും എന്നൊക്കെ സച്ചി ഇങ്ങനെ ചിന്തിക്കുക. പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം കുടുംബത്തിൻ്റെ മേലെ ദൃഷ്ടിദോഷം ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ലക്ഷ്മിയമ്മ അന്നേരം സച്ചിയോട് പറഞ്ഞു. അച്ചമ്മയും കൂട്ടി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വാ, വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയണു. സച്ചി അന്നേരം ഇങ്ങനെ വല്ലാണ്ടിരിക്കാം. വീട്ടിൽ ഫോട്ടോ തൂക്കിയ സച്ചിയേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഏത് ഫോട്ടോയാണെന്ന് ചോദിച്ചു. അല്ല കല്യാണ ഫോട്ടോയുടെ കാര്യമാണ് ചോദിച്ചതെന്ന് ദേവു. അത് വലുതാക്കി ഫ്രെയിം ചെയ്ത് തൂക്കുമെന്ന് ചേച്ചിനോട് പറഞ്ഞിരുന്നേ, അത് ഫ്രെയിം ചെയ്യാനേ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ഒരു കോപ്പി തരണം കേട്ടോ, ഞങ്ങൾക്ക് ഇവിടെയും തൂക്കണമെന്ന് നമ്മുടെ ദേവു പറയുമ്പം അതേ മോനെ നിങ്ങളുടെ കല്യാണ ഫോട്ടോ ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞു. അതിനെന്താ തരാവല്ലോ എന്ന് സച്ചിയും പറഞ്ഞു. ആദ്യ കല്യാണം നടന്നപ്പോൾ ആരുടെയും മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഫോട്ടോയിൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോൻ ഈ വീട്ടിലെ മരുമകനല്ല മകൻ തന്നെയാണെന്നൊക്കെ ലക്ഷ്മിയമ്മ ഇങ്ങനെ സച്ചിയോട് പറയുക. മുൻപ് നിന്നെ ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നെന്നും പിന്നെ നീ എത്ര നല്ലവനാണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് സങ്കടമായി. നിന്നെ കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതണേന്നൊക്കെ ഇങ്ങനെ അമ്മ പറയാം. സച്ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് അമ്മയ്ക്ക് 100 നാവാണെന്ന് ദേവു അന്നേരം പറഞ്ഞു. ചേച്ചിക്ക് ഇപ്പോൾ സച്ചേനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ശരത്ത് ഇവിടെ ഇല്ലല്ലേ എന്ന് ചോദിച്ചു. അവൻ അവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ അവൻ വരാൻ വൈകും, കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്ത് സ്പെഷ്യൽ ക്ലാസ്? അവൻ കള്ളം പറയുന്നതാണെന്ന് സച്ചി പറയുമ്പം മോനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു. അല്ല അവൻ കോളേജിൽ പോകാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റി കറങ്ങാറുണ്ടെന്ന് രേവതി പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ
അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. അതൊക്കെ നേരത്തെ മോനെ, മുമ്പൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം അവൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ അവൻ ക്ലാസ്സിനൊപ്പം പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം ദേവു സച്ചിയോട് ആയിക്കോട്ടെ സച്ചി, മുൻപൊക്കെ അവനെ കൊണ്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ ഭാവി എന്താകുമെന്നൊക്കെയുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു എനിക്കെന്നും. പിന്നെ അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോകാൻ അവനും ഒരു കാരണം തന്നെയാണെന്ന കാര്യമൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചിയുടെ മുന്നിൽ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.